ഹായ് ഗൈസ്. അപ്പോൾ ഞാൻ യൂഷ്വലി ഇൻസ്റ്റഗ്രാമിലായിരുന്നു വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ അറിയില്ലായിരുന്നു ഇൻ ദ സെൻസ് പോസ്റ്റ് ചെയ്യാമെന്നറിയാം, എന്നാലും അത് പോസ്റ്റ് ചെയ്യാനുള്ളൊരു ത്വര അതെനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ വെക്കേഷനാണ്, ഒരുപാട് ടൈമുണ്ട്, വീട്ടിലാണ്. ആൻഡ് ഇവിടെ ഇച്ചിരി കൂടെ ഫെസിലിറ്റീസ് ഉണ്ട്, എല്ലാം വീട്ടിലാകുമ്പോൾ എല്ലാം ബെറ്റർ ആയിരിക്കും. ആൻഡ് പീസ് ഓഫ് മൈൻഡ് എല്ലാം സൂപ്പറാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് നല്ലൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം. കയറട്ടെ, അല്ലെങ്കിൽ ഒരു ഫൺ, ഒരു വെക്കേഷൻ തിങ് ആയിട്ട് ഇതിനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നതായിരിക്കണം എൻ്റെ യൂട്യൂബ് ഫസ്റ്റ് വീഡിയോ. അങ്ങനെ ഒരു ഐ ആം നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് എ പേഴ്സൺ. ഐ എം വെരി ഇമ്പൾസീവ്. ഇന്നിപ്പോൾ വിചാരിച്ച ഇപ്പം അത് ആ സ്കീമാണ് എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു മേക്കപ്പ് വീഡിയോ ഒക്കെ ചെയ്ത്, ഡ്രസ്സപ്പ് കൈൻഡ് ഓഫ് വീഡിയോ. അപ്പോൾ അതിന് ശേഷം ഒരു ഡാൻസ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാം. ഞാൻ അത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാം, എങ്ങനെയാണ് ഞാൻ ഷൂട്ട് ചെയ്യാറ്, എന്തൊക്കെ മണ്ടത്തരമാണ് ഞാനത് ചെയ്തുകൊണ്ടിരിക്കാൻ ചെയ്യാറ്. ആൻഡ് എനിക്ക് ഭയങ്കര മേക്കപ്പിൽ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അതിനെപ്പറ്റി വലിയ വിവരവും ഇല്ല. പിന്നെ കുറച്ച് കാണാൻ മെനയാക്കുക എന്നുള്ള ഒരു സ്കീം മാത്രമേ എനിക്കറിയൂ. അപ്പോൾ നിങ്ങൾക്കും കാണാൻ മെനയാവണമെങ്കിൽ വരൂ ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ട്രാൻസിഷൻ വീഡിയോ. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ഓൾറെഡി എടുത്തു വെച്ച്. പിന്നെന്താ പിന്നെ ഒരു ഡാൻസ് വീഡിയോ, അല്ല 2 ഡാൻസ് വീഡിയോ, ഒരു സിറ്റിംഗ് കോരിയോ, ഒരു നോർമൽ ഡാൻസ് വീഡിയോയും, പിന്നെ ഈ വ്ളോഗും. അതാണ് ഇന്നത്തെ ഹൈലൈറ്റ്. അപ്പോൾ ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ്സ് ഒരു വയലറ്റ് കളറിലുള്ള ഒരു സാധനമാണ്. എൻ്റെ അല്ല, അമ്മേൻ്റെയാണ്. പിന്നെ ഞാൻ വരുമ്പോൾ കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് അങ്ങനെ മേക്കപ്പ് പ്രൊഡക്ട്സ് വാങ്ങുന്ന ഒരാളല്ല, സ്കിൻ കെയറും ഒരുപാട് ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ പ്രൊഡക്ട്സ് വാങ്ങുക എന്നുള്ളത് എനിക്ക് ഇച്ചിരി എന്താ പറയുക, ഞാൻ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് യൂഷ്വലി വാങ്ങിക്കാറ്. മേക്കപ്പിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ആകെ കുറച്ചുകൂടെ താല്പര്യമുള്ളത് മസ്കാര, ഐലൈനർ, അതൊക്കെ ഞാൻ ഓരോന്ന് വെച്ചാൽ വാങ്ങുള്ളൂ. പക്ഷേ ലിപ്സ്റ്റിക്ക് 1 രൂപ ലിറ്ററലി ഒരുപാട് വാങ്ങും. ആൻഡ് ഇഫ് യു ഗൈസ് വാണ്ട്, ഐ ആം ഗോയിങ് ടു ഷോ യു മൈ ലിപ്സ്റ്റിക് കളക്ഷൻ. I really want to show you actually. Maybe the next video will be my lipstick collection. എല്ലോ ഒന്നും എൻ്റെ അടുത്ത് ഇവിടെ ഇല്ല. ഞാൻ ആകെ 1-2 ഞാൻ ഒരു ലിപ്സ്റ്റിക്ക് എടുത്തുള്ളൂ തോന്നുന്നു. നോ, ഓക്കെ, ഞാൻ ഒരു ലിപ്സ്റ്റിക് എന്തോ എടുത്തിട്ട് വന്നത്. മൈ ബാഡ്. എനിവേ, നമുക്ക് പുതിയത് വാങ്ങിക്കാം അല്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ മോസ്റ്റ്ലി ബിലോ 500 ഉള്ള ലിപ്സ്റ്റിക്ക് മാത്രമേ വാങ്ങാറുള്ളൂ, മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ വല്ല പ്രൊമോഷൻ വീഡിയോയിലും വരണം. ഓൾറൈറ്റ്. അപ്പോൾ ഇങ്ങനെ ബിലോ 500 ആയിട്ടുള്ള ലിപ്സ്റ്റിക്കും ഐലൈനറും സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് റെഡി ആവാം. ഞാനിപ്പം സ്കിൻ കെയർ ചെയ്തിട്ടില്ല, ഒരു തേങ്ങയും ചെയ്തിട്ടില്ല, മുഖം കഴുകി അതേപോലെ വന്നിരിക്കുകയാണ്. ആൻഡ് ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ടോണറാണ് മുഖം കഴുകിയോടെ യൂസ് ചെയ്യുക. ടോണർ തന്നെ, റോസ് വാട്ടർ അത് യൂസ് ചെയ്യും. അപ്പം നമുക്കൊരു കുളിർമ കിട്ടും ഗൈസ്. അത് നമ്മൾ ആദ്യം ഒന്നുമില്ല, പഞ്ചാരയുടെ റോസ് വാട്ടർ ഇച്ചിരി അപ്ലൈ ചെയ്യാം. അപ്പോൾ റോസ് വാട്ടർ ആക്ച്വലി ഞാൻ പറയട്ടെ, ഞാൻ ഒരു 1 or 2 weeks ആയിട്ട് റോസ് വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ ഹെൽപ്പിംഗ് മീ എ ലോട്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ സ്കിന്ന് കുറച്ചുകൂടി ക്ലിയർ ആയി ആൻഡ് ഐ ഫീൽ ബെറ്റർ. ഇങ്ങനെയൊക്കെയാണ് ഞാൻ തേക്കാറ്. എനിക്കങ്ങനെ മെയിൻ തേക്കൽ രീതിയൊന്നുമില്ല. ഞാനിങ്ങനെ കൈ തേക്കും, ബ്രെഡ് വരയ്ക്കും, എന്നിട്ടിങ്ങനെ മുഖത്തങ്ങ് പെരട്ടും. പക്ഷേ ഒന്ന് സെറ്റായി നമുക്കൊന്ന് ജസ്റ്റ് ഉണങ്ങി കഴിഞ്ഞിട്ട് അടുത്ത സാധനം മരുന്നേക്കാം. സൺസ്ക്രീനാണ് ഞാൻ ആക്ച്വലി അക്വാലോജിക്കിൻ്റെ സൺസ്ക്രീനായിരുന്നു കുറേ കാലമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അനിയത്തി വന്നിട്ട് പറഞ്ഞു അക്വാലോജിക്കിനെക്കാളും നല്ലത് മിനിമലിസ്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ട്രൈ ചെയ്ത് നോക്കും. കാരണം ഓളെ ഫേസ് ഭയങ്കരമായിട്ട് ഗ്ലോ എല്ലാം വന്നു, ഓളിപ്പോൾ ഭയങ്കര ലുക്കാണ്. അപ്പം അങ്ങനെ ട്രൈ ചെയ്യാന്ന്. പക്ഷേ ഇത് ഓയിലി സ്കിന്നിനുള്ളതാണ്. എനിക്ക് എൻ്റെ ഇത്രയും കാലത്തെ വിചാരം എൻ്റെ ഡ്രൈ സ്കിന്നായിരുന്നു. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ഒരുപാട് വേർക്കുന്ന കണ്ടിട്ട് എന്നോട് ഒരാൾ പറഞ്ഞു എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഓയിലി സ്കിൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓയിലി സ്കിൻ്റെ സാധനം ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തിയത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന്, എൻ്റെ കയ്യിൽ ഫാനൊന്നുമില്ല കേസ്, അതായത് മേലത്തെ ഫാനുണ്ട്, അങ്ങനെയല്ല, ഇങ്ങനെ മറ്റേ പിടിക്കുന്ന ഫാനൊന്നുമില്ല. അതെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഉണക്കായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് കുറച്ച് ഉണക്കും. അത് കഴിഞ്ഞാൽ ഓക്കെ, സൺസ്ക്രീൻ എല്ലാവരും 2 വിരലിൽ, ഞാനും അങ്ങനെ തന്നെയായിരുന്നു ചെയ്യുക. പക്ഷേ ഈ സാധനം ഉണ്ടല്ലോ ഭയങ്കര ലിക്വിഡിയാണ്. കാണുന്നുണ്ടോന്നല്ല, കണ്ട ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വരും, കാണുന്നുണ്ടോ ഗൈസ്? അപ്പോൾ അതിങ്ങനെ കുറച്ചെടുത്തിട്ട് കുറച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ വേണ്ട പോലെ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വാരി തേക്കാണ്ടിരിക്കാൻ നോക്കുക. കാരണം ഇത് അധികം തേച്ചാൽ എനിക്കെന്തൊരു വെള്ള കളർ പോലെ വരുന്ന പോലെ തോന്നി. അപ്പോൾ അതെനിക്കത്ര ഇഷ്ടമല്ല. അപ്പോൾ നമ്മളിങ്ങനെ ഹാൻഡ് സ്ക്രീനൊക്കെ
നന്നായി അപ്ലൈ ചെയ്ത് ഫേസൊക്കെ ഒരു മെനയാവും. അപ്പം ഐ ഡോണ്ട് നോ, ഓക്കെ മേ ബി സൺസ്ക്രീനിൻ്റെ ആണോ അതോ ഇതിൻ്റെ ആണോ. എൻ്റെ ഫേസ് ആക്ച്വലി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഫ്രം വാട്ടർ ഇറ്റ് വാസ്. എനിക്ക് യൂഷ്വലി പീരിയഡ്സിൻ്റെ 1 വീക്ക് മുന്നേ മുഖം ഭയങ്കര വൃത്തികേടാവുക, ഒരു കുരു ഒരുപാട് വരിക, പിന്നെ ഭയങ്കര ഡാർക്ക് ആവുക, അങ്ങനെയൊക്കെയുള്ള പിഗ്മെൻറ്റേഷൻ വരിക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പം അത് ആക്ച്വലി നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം അത്ര സീനില്ല. അപ്പം നമ്മൾ സൺസ്ക്രീനും സെറ്റായിട്ടുണ്ട്. ഇതൊന്നും സെറ്റാൻ വേണമെങ്കിൽ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യാം. വെള്ളപ്പണ്ട് കുടിച്ചോലുണ്ടല്ലോ. ഓക്കെ, അപ്പം അത് റെഡിയായി. ഇനി നമ്മൾ ഇടാൻ പോകുന്നത്, ഞാൻ യൂഷ്വലി ഫൗണ്ടേഷൻ യൂസ് ചെയ്യലില്ല. കാരണം എനിക്ക് ഫൗണ്ടേഷൻ്റെ കളർ കണ്ടുപിടിക്കാൻ അറിയില്ല, പിന്നെ ഫൗണ്ടേഷൻ ഇടാനും അറിയില്ല. അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ ഇടാൻ വല്ല ഷൂട്ട് ഉണ്ടാകുമ്പോൾ മാത്രമാണ്, അതായത് ഞാൻ മേക്കപ്പ് ചെയ്യുന്ന ഷൂട്ടല്ല, വേറെ ആരെങ്കിലും മേക്കപ്പ് ചെയ്യുന്നുള്ള ഷൂട്ടിൽ മാത്രം. അപ്പോൾ ഫൗണ്ടേഷൻ എന്നുള്ള സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം പ്ലീസ്. എനിക്ക് അറിഞ്ഞുകൂടാ എന്താ ചെയ്യേണ്ടത്. പിന്നെ എൻ്റെ കയ്യിൽ അതൊക്കെ ഇങ്ങനത്തെ പൗഡറിലുണ്ട്, അതൊന്നും ഞാൻ യൂസ് ചെയ്യില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫേസ് സ്കാനഡേൻ്റെ ഒരു സാധനമുണ്ട്, ഈ സ്ട്രോപ്പ് ക്രീം. ഇത് ഞാൻ ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഹൈലൈറ്ററായിട്ട് ഇത് ഇച്ചിരി ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളിൽ നമ്മളിതിങ്ങനെ വരച്ചിട്ട്, മറ്റേ പട്ടാളക്കാർ കാട്ടു പോകുന്ന പോലെ ഇവിടെയും പിന്നെ എവിടെയായിരുന്നു, ഇവിടെയും ഒക്കെ ഇച്ചിരി നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. എവിടെയൊക്കെ വേണമെങ്കിൽ ഓക്കെ, ഇവിടെ ഇങ്ങനെ ആവശ്യമുള്ള സ്ഥലത്തൊക്കെ. ഇതൊക്കെ മുഖത്തിൻ്റെ ഷേപ്പ് വലുതാക്കും ചെറുതാക്കും എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനൊരു ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യാറ്. ഡാബ് ചെയ്ത് കൊടുക്കുക, വാങ്ങാരി തേക്കരുത്. ഇങ്ങനെ അടിച്ചു കൊടുത്താൽ നല്ല വൃത്തിയിലത് സെറ്റാവും. ഓക്കെ, മൂക്കിനെ നടുക്കും ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അപ്പോൾ അത് സെറ്റായി ഗൈസ് ഇല്ലേ? എനിക്കൊന്നും തിരിയുന്നില്ല, ഭയങ്കര വെളിച്ചം. ഓക്കെ, സെറ്റായി തോന്നുന്നു. ഇനി നമുക്ക് വേറൊരു സാധനം വെച്ചിട്ട്, ഞാൻ ഇടയ്ക്ക് ഇൻസൈറ്റിൻ്റെ ഒരു കുഞ്ഞിക്കുണ്ടോ, കുഞ്ഞൊരു ചീക്ക് ടിൻഡ് ബ്ലഷ്. എനിക്ക് ബ്ലഷ് ഭയങ്കര ഇഷ്ടമായി, ഞാൻ യൂസ് ചെയ്യലുണ്ടായിട്ടില്ല. അപ്പം എൻ്റെ മേക്കപ്പ് ഇൻസ്പിറേഷനെ അനിയത്തിയാണെന്നാണ് പറയാം. ഓള് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കാണുമ്പോൾ എനിക്ക് കൊള്ളാലോ എന്ന് തോന്നും. അപ്പോൾ ഞാൻ ഓരോന്ന് വാങ്ങിക്കല്. അപ്പം ഇത് ഇൻസൈറ്റിൻ്റെ ഒരു ചീക്ക് ടിൻഡ് പോലത്തെ സാധനമാണ്. ഭയങ്കര കളറൊന്നും വരില്ല, എന്നാലും ഇതിൻ്റെ പെട്ടിയിലല്ല, നല്ലൊരു ലുക്കായിട്ടുള്ള നല്ല രസമുള്ള സംഭവമല്ലേ. ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യാന്ന്. അങ്ങനെ കുറച്ചെടുത്ത് നമ്മളിവിടെ വാരി പൂശുന്നു. അപ്പം എനിക്ക് ഇങ്ങനെ 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 ഒരു വരയായിട്ടിടാനാണ് ഇഷ്ടം. 1 2 3 4 ഇപ്പുറത്ര കേട്ടോ, 1 2 3 അവിടെ 4 ഇവിടെ 4 ഇവിടെ ഇത്തിരി മേലെ എന്തെങ്കിലും ആവട്ടെ. അതിങ്ങനെ നമ്മളിനി ഡാബ് ചെയ്ത് കൊടുക്കണം വേണ്ട. അപ്പം ആണെങ്കിൽ ക്യൂട്ട്നെസ് ഓവർലോഡഡ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൂക്കിനും ലേശം താടിക്കൂട്ട് കൊടുക്കാം. നല്ല ചുവന്ന് തുടുത്ത കുട്ടിയായിക്കോട്ടെ. നമ്മളിങ്ങനെ നേരത്തെ പോലെ തന്നെ ഡാബ് ചെയ്ത് കൊടുക്കാം, നല്ല അടിപൊളിയായിട്ട്. ആ വര വിസിബിൾ അല്ലാത്ത പോലെ ഡാബ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എനിക്കറിയില്ല ഇത് വലിയ കളറുണ്ടോ ഇല്ലയോ, രസമുണ്ടോ ഇല്ലയോ. രസമുണ്ട് തോന്നുന്നല്ലേ, ഇച്ചിരി ഒരു ബ്ലഷ് കൈൻഡ് ഓഫ് ലുക്ക് വന്നില്ലേ. കുറച്ചുണ്ട്, അത് മതി. എൻ്റെ 2 ഓപ്ഷൻസ് ഉണ്ട്. എൻ്റെ ഒരു ഈ മസ്കാര ഉണ്ട്, ട്രാൻസ്പെറൻറ്റ്. ഇതെന്ന് പറഞ്ഞാൽ ഇൻസൈറ്റിൻ്റെ സ്റ്റേറിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. ഇതെനിക്ക് അത്ര വർക്കിംഗ് ആയിട്ട് തോന്നിയില്ല ആക്ച്വലി. അതിൻ്റെ ഹോൾഡ് കറക്റ്റ് അല്ല, മര്യാദയ്ക്ക് നിൽക്കുന്നില്ല. ഇത് കൊളോസലിൻ്റെ ഒരു മസ്കാരയാണ്. ഇത് ആക്ച്വലി ലിറ്ററലി ഞാൻ പറയുകയാണ്, ദിസ് ഇസ് റിയലി ഗുഡ്. പക്ഷേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി ഒരു ആർട്ടിഫിഷ്യൽ ആ ഒരു ഫീൽ കിട്ടും. അപ്പം ഐ ഡോണ്ട് നോ വിച്ച് വൺ ഐ ഷുഡ് ഗോ വിത്ത്. എന്തായാലും എനിക്ക് പുറത്തൊന്നും പോകാനില്ല, പിന്നെ ഇതിപ്പോൾ അയച്ചളയാനുള്ളതുകൊണ്ട് ഞാൻ ഇത് ഉപയോഗിക്കാൻ തീരുമാനിച്ചു. മെയിൻ സാധനം നമ്മൾ കിട്ടും ഐഷാഡോ ഗേസ്. ഇതൊരു കമ്പനീൻ്റെയും അല്ല, ഇതെനിക്ക് ആരോ ഗിഫ്റ്റ് ചെയ്തതാണ് പുറത്തുനിന്ന് വന്നപ്പം. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ കളർ അതാണ്. നമുക്കൊരു പിങ്ക് ഷെയ്ഡ് പിടിച്ചാലോ, അല്ലെങ്കിൽ നമുക്കൊരു മറ്റേ സാധനം പിടിച്ചാലോ. അത് പിടിക്കാം. മറ്റേത് ഏത് മറ്റേതാ എന്തായിരുന്നു എനിക്ക് പറയാം, സ്മോക്കേസ്. അങ്ങനെ എൻ്റെ കയ്യിൽ ഫേസ് സ്കാനഡേൻ്റെ തന്നെ ഒരു സ്മോക്കേസ്. ഇതിൽ 2-3 കട്ട വീണ് പൊട്ടിയെല്ലാം പോയിട്ടോ. ഇങ്ങനത്തെ ഒരു സാധനമുണ്ട്. ഇതിൻ്റെ ബ്ലാക്ക് നമുക്ക് ഇച്ചിരി ട്രൈ ചെയ്ത് നോക്കിയാലോ. അവസാനം എല്ലാം കൂടെ പാണ്ട് പിടിച്ചോലായി പോവാം. ഓക്കെ, നമുക്ക് ബ്ലാക്ക് വേണ്ട. ബ്ലാക്ക് നമുക്ക് കണ്ണെഴുതിയിട്ട് ഇങ്ങനെ അടിയിലാക്കാൻ എടുക്കാം. അതിന് പകരം
ഇതിന് എന്ത് ചെയ്യും കുപ്പായത്തൊക്കെ ഒരു കുപ്പായത്ത് തേച്ചിട്ടുണ്ട്. നമുക്കൊരു ഇതിൽ വേറൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡുണ്ട്. ഇതിലൊരു ഒരു മെറൂൺ കൈൻഡ് ഓഫ് ഷെയ്ഡ്. നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിത് ഇടുന്ന കണ്ടിട്ട് നിങ്ങൾ എന്നെ കളിയാക്കരുത്. ഞാനിങ്ങനെയാണ് ഇടാറ്. അപ്പോൾ നമുക്ക് ഫർദർ സ്റ്റെപ്പിലോട്ട് പോകാം. ഫർദർ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കണ്ണെഴുതണം. കണ്ണെഴുതൽ ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്, ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള. ഇത് മാർസിൻ്റെ ഒരു ഐലൈനറാണ്. ഞാൻ ആക്ച്വലി മസ്കാര വാങ്ങാനാണ് നിന്നത്, പക്ഷേ ഐലൈനർ ആയിപ്പോയി വാങ്ങിയത്. എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്തതെന്ന്. അപ്പോൾ നമ്മൾ കണ്ണെഴുതൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് അടിയിൽ കാജലിട്ട് കൊടുക്കാം. കട്ടിയായിട്ട് വേണം, കട്ടിയായിട്ട് ഇട്ട് കൊടുക്കാം. എനിക്ക് ലൈറ്റായിട്ട് ഇടുന്നതാണ് ഇഷ്ടം. പക്ഷേ ഡാൻസ് കളിക്കുമ്പോൾ കട്ടിയായിട്ടാൽ ഭംഗിയുണ്ടാവും. അയ്യോ, ഇതിനകത്ത് സാധനമില്ലായിരുന്നു. ഞാൻ എന്തെടുത്ത് വരച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഈ അറ്റം ഒന്നിങ്ങനെ മേലത്തെ സാധനം. ഓക്കെ, അപ്പം കണ്ണ് നമ്മൾ ഏകദേശം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസ്കാര ഇടാം. കാരണം എനിക്ക് ഒരുപാട് അങ്ങനെ ഇത് വേണമെന്നില്ല. പിന്നെ ഇത് 2-3 ലെയർ ഇട്ടാൽ ഒന്ന് സെറ്റാവും എന്ന് തോന്നി. ഒന്ന് നോക്കാം. ഓക്കെ, ഇത് നമ്മൾ സാധാരണ നമ്മളിങ്ങനെ എല്ലാം എടുത്തിട്ട് ഇങ്ങനെ ഉരയ്ക്കുകയൊക്കെ ചെയ്യില്ല. ഇതിലതൊന്നും ചെയ്യാൻ പാടില്ല. കാരണം പിന്നെ അതിനൊരു ഹോൾഡും കിട്ടില്ല. നമ്മൾ നന്നായി ഇങ്ങനെ കുലുക്കി ഇത് അതേപോലെ എടുത്ത് താഴോട്ട് ആദ്യം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ സെയിം സാധനം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് മേലോട്ടാക്കുക. സെറ്റായിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്കിങ്ങനെ കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ അത് പൊങ്ങി നിൽക്കും. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ലിപ്സാണ്. ബ്രാൻഡൊന്നുമില്ല, ഏതോ ഒരു ലിപ് ലൈനറാണ് ഇച്ചിരി ഡാർക്ക് കളറുള്ള. അഗെയിൻ മാർസിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കും പിന്നെ ഇതിൻ്റെ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ലിപ്സ്റ്റിക്ക് ഭയങ്കര അടിപൊളിയാണ്. പക്ഷേ ഇത് ആകെ കണ്ടോ ഇങ്ങനെ വൃത്തികേടായി കിടക്കുക. അപ്പോൾ എനിക്ക് ഏത് ഇടണമെന്ന് മനസ്സിലാവുന്നില്ല. ബട്ട് ദാറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. ഓക്കെ, ഇത് ഇച്ചിരി ഒരു ബ്രൗൺ കൈൻഡ് ഓഫ് ബ്രൗൺ. ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വേറെ കളർ തോന്നുമ്പോൾ ഇച്ചിരി ബ്രൗണിഷ് ആ ഒരു ഷെയ്ഡാണ്. ഐ ഡോണ്ട് നോ വിച്ച് വൺ ടു യൂസ് ഓൾസോ. ഓക്കെ, ഇത് പോയി. ഐ ഗോ ദ അതർ വൺ ബിക്കോസ് ഇത് താഴെ വന്നിട്ട്. അപ്പോൾ അത് വേണ്ടാന്നായിരിക്കും അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ഓ മൈ ഗോഡ്. ഓക്കെ, ഇത് കയ്യിലെല്ലാവും. പക്ഷെ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. പല്ല് തേക്കുന്ന പോലെ ലിപ്സ്റ്റിക് ഇടാം. ഇറ്റ് കം ഔട്ട് പ്രിറ്റി വെൽ. ഐ ഡോണ്ട് നോ, ഐ ഹോപ്പ് ഇറ്റ് ലുക്സ് ഗുഡ്. ഓക്കെ, എന്താ നമ്മൾ ലിപ്സ്റ്റിക് റെഡിയായി, ബ്ലഷ് റെഡിയായി, കണ്ണ് റെഡിയായി. ഇനി നമ്മൾ എപ്പോഴും ദേശീയമായി ഡ്രസ്സ് ചെയ്യുമ്പോൾ ഒരു പൊട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി. ഞാൻ എപ്പോഴും പൊട്ട് വെക്കാറുണ്ട്. പിന്നെ ഐ ഡോണ്ട് നോ, നിങ്ങൾ എന്നെ പോലെ ഇങ്ങനെ ഒരുപാട് കണ്ടോ ഒന്നും ചെയ്തില്ല, ഞാൻ വെറുതെ ഇരിക്കുക. അപ്പോൾ തന്നെ ഇതാ വരത്തോണ്ടിരിക്കുന്നു. അങ്ങനെ വരക്കുന്ന ഒരു ടൈപ്പാണ്. ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് വരപ്പ് വരും. അപ്പോൾ അത് ജസ്റ്റ് മാക്സിമം വേർപ്പെല്ലാം തുടച്ച് കളഞ്ഞ് ഈ പൊട്ടിങ്ങനെ അത്യാവശ്യം നന്നായി അമർത്തി വെച്ചാൽ പൊട്ട് വീഴുന്നത് കുറയും. ലുക്കായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയൊന്നുമില്ലല്ലോ മൂത്തിടാൻ, ഒന്നുമില്ല തോന്നുന്നു. ഇനി നമുക്ക് കമ്മൽ സെലക്ട് ചെയ്യാം. എൻ്റെ കയ്യിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ നിങ്ങൾ വിശ്വസിക്കാൻ എനിക്കറിയില്ല, ഞാൻ ഈ കമ്മൽ വെറും 33 രൂപയ്ക്ക് വാങ്ങിച്ചതാണ് ഗൈസ്. 3 കമ്മൽ 100 രൂപയ്ക്ക്. അപ്പോൾ ഇതിന് 33 രൂപയല്ലേ, കണ്ടോളൂ, 33 രൂപേൻ്റെ കമ്മലാണ്. അപ്പോൾ ഇത് ആക്ച്വലി ബ്ലാക്ക് ആണ്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് വിൽ ഗോ വിത്ത് ദാറ്റ്. ഓ മൈ ഗോഡ്, ഇറ്റ് ലുക്സ് പ്രിറ്റി. ഐ തിങ്ക് ഐ ഷുഡ് വെയർ ദിസ്. ഓക്കെ, ആൻഡ് ദാറ്റ്സ് മൈ ഫസ്റ്റ് ഓപ്ഷൻ. പിന്നെ എൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ഞാൻ കുറേ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്, കുറേ സ്കൂൾ ഫങ്ഷൻസിന് ഇട്ടിട്ടുണ്ട്. അതിന് കുറച്ച് മുടിയായി. ഇതാണ് വേറൊരു ഓപ്ഷൻ. ദിസ് ഇസ് ഓൾസോ പ്രിറ്റി വൺ. ദിസ് വിൽ ഓൾസോ ലുക്ക് ഗുഡ് വിത്ത് ഇറ്റ് ആക്ച്വലി. അത് നമുക്ക്, ഞാൻ ഇത് ഇതുവരെ ഇട്ടിട്ടില്ല. ഐ ഡോണ്ട് നോ എന്താണെന്ന്, പക്ഷേ എനിക്കിത് ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഐ ഗോ വിത്ത് ദിസ്. ദിസ് ഇസ് ബ്ലാക്ക് ആക്ച്വലി, എന്നാലും കുഴപ്പമില്ല, നമുക്ക് നോക്കി നോക്കാം എന്താ. ഇത് യൂഷ്വലി ബ്ലാക്ക് മെറ്റലിൻ്റെ വള റൗണ്ട് അങ്ങനത്തെ ഷേപ്പിലെല്ലാം ഉണ്ടാവുക. ദിസ് ഇസ് എ റിയലി ഗുഡ് വൺ ഐ ഗോട്ട് ഫ്രം ഗുരുവായൂർ. ഇത് ഞങ്ങൾ
ഫാമിലിയായിട്ട് ഒരു പ്രാവശ്യം ഗുരുവായൂരപ്പോൾ വാങ്ങിച്ചായിരുന്നു. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. കണ്ടു, ഭയങ്കര ഒരു യുണീക്കായിട്ടുള്ള ഡിസൈനാണ്. ഇങ്ങനെ സിഗ്സാഗ് ആയിട്ടുള്ള എനിക്ക് ഒരുപാട് പേഴ്സണലി ഇഷ്ടമുള്ളവരാണ്. നമ്മുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് ശരിയായി. ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. ജസ്റ്റ് ടേക്ക് എ മൊമെൻറ്റ് ഫോർ ദിസ് ഡ്രസ്. ദിസ് ഇസ് സോ ബ്യൂട്ടിഫുൾ. ഞാൻ ഇയറിങ് അങ്ങനെ ചെയ്തു, ഹെയർ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒരു സെരം ഇട്ടിട്ട്. സി ദിസ് ഇസ് എ ഡ്രസ്. ആസ് എ ഗേൾ എനിക്ക് ഇങ്ങനെ ബട്ടൺ ആക്കാൻ പറ്റിയ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് വെരി പ്രിറ്റി ഷോൾ. ഐ ഡോണ്ട് നോ അമ്മയ്ക്ക് ഇതൊക്കെ എവിടെ കിട്ടുന്നതെന്ന്. And that's the final look. Okay. I could even keep my hair like this actually. Or we could wear the shawl like this. And I hope I have served the look and the outfit is really good. And you ഗോൾഡൻ കളർ പാൻസ് ആണ്. ആക്ച്വലി എനിക്ക് തോന്നുന്നു നമ്മത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത്. അമ്മയ്ക്ക് അറിയാൻ പോലില്ല ഞാനത് ഇട്ടവിടുന്ന് എന്തൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദിസ് എ ഡിഫറെൻറ്റ് ഷോൾ, ഡിഫറെൻറ്റ് ടോപ്പ് ആൻഡ് ഡിഫറെൻറ്റ് പാൻറ്റ്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ്സിൽ എടുത്ത് പറയുക, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചെടുത്ത് പറയുക. കമൻറ്റ് ഇടാൻ നാണമുള്ളവരാണെങ്കിൽ നാണമൊന്നുമില്ലെങ്കിൽ ധൈര്യം കമൻറ്റ് ഇടുക ഗൈസ്. സോ ദാറ്റ്സ് എ ഫൈനൽ ലുക്ക് ഗൈസ്. ഐ ഹോപ്പ് യു ആൾ എൻജോയ്ഡ് ഇറ്റ്. അപ്പം നെക്സ്റ്റ് വ്ളോഗ് വരുന്നവരേക്കും ബൈ 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 ബൈ. ഞാൻ പോയി വീഡിയോ എടുക്കട്ടെ.